പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. 8/4/2024 വിശുദ്ധ സഭായുഗമായി നമുക്ക് ഭവനാന്തരീക്ഷത്തിലായിരിക്കാൻ കർത്താവ് തന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ നന്നായിട്ടൊന്ന് വിചിന്തനം ചെയ്താൽ നമുക്ക് കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ കഴിയും. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദുരന്തത്തിൻ്റെ ആഴ്ചയായിരുന്നു. അതും 28 സംസ്ഥാനങ്ങളിൽ കേരള സംസ്ഥാനത്ത് നടന്ന, വയനാടിൽ നടന്ന ഉരുൾപൊട്ടലും അതിനോടനുബന്ധിച്ചുള്ള മരണങ്ങൾ. 500 പേര് മരിച്ചു എന്നാണ് കണക്ക്. ഡെഡ് ബോഡി അത്രയും കിട്ടിയിട്ടില്ല. 400 വീടുകൾ നഷ്ടമായി. പിന്നെ ഓരോരുത്തരുടെ ലാൻഡും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചുള്ള കണക്കൊന്നും എടുക്കണ്ട. ഒരു വലിയ ഭീകരമായ അവസ്ഥയായിരുന്നു. അവിടെയുള്ള ജനം അനുഭവിച്ച ഭീകരത വളരെ വലുതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പാർക്കുന്ന ഈ പട്ടണത്തിൽ നമ്മൾ ഇത്രയും സ്വസ്ഥമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ നാളെ ഇവിടെയും വരാം. ഇന്നത്തെ വിശ്വാസികളുടെ ജീവിതം പഠിച്ചു നോക്കിയാൽ ഇവിടെ വന്നില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. കാരണം അതുപോലെ അവരുടെ ജീവിതം. തിന്നുക, കുടിക്കുക, നാളെ ചാകുമല്ലോ, ആ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ വിശ്വാസികൾക്ക്. വചനധ്യാനവും പ്രാർത്ഥനയും ആരിലും കാണാനില്ല. ഞാനിത് സസൂക്ഷ്മം വീക്ഷിക്കുന്ന ആളതുകൊണ്ട് ഈ പറയണേ. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തപുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥന കേട്ട് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. അപ്പം ദേശത്തിൻ്റെ സൗഖ്യം ആരിലാണ്? വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം. എൻ്റെ ജനം, എൻ്റെ ജനമെന്ന് ദൈവം പറഞ്ഞു. അഹറോന്റെ നേതൃത്വത്തിൽ കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിച്ച സമയത്ത് ദൈവം എന്തോ പറഞ്ഞു? എൻ്റെ ജനമല്ല, നിന്റെ ജനം. സ്തോത്രം. പുറപ്പാട് പുസ്തകത്തിലെ ആ വാക്യം നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ചിന്ത. 32-ാം വാക്യം. അപ്പോൾ യഹോവ മോശയോട്, നീ ഇറങ്ങി ചെല്ലുക, നീ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി. ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നമസ്കരിച്ചു. ഇപ്പം നമ്മളിപ്പോൾ കാളക്കുട്ടിയല്ല, എന്തിനെയൊക്കെ ആരാധിക്കുമോ അതിനെയൊക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുക. ചിലർ പണത്തെ ആരാധിക്കുക, ചിലർ ഭാര്യമാരെ, ചിലർ ഭർത്താക്കന്മാരെ, ചിലർ മക്കളെ. അങ്ങോട്ടും ഇങ്ങോട്ടും ആരാധന അവരില്ല. കർത്താവ് പറഞ്ഞു, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛ തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുത്ത് വരണം. അപ്പനും അമ്മയും മക്കളെയും സഹോദരങ്ങളെയും എല്ലാം ത്യജിക്കാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അവരെയൊക്കെ വിട്ടുകളയണമെന്നല്ല, അവരുമായിട്ട് ബന്ധം പുറത്തരുതെന്നല്ല, അവരെക്കാൾ ഉപരി കർത്താവിനെ സേവിക്കണം. നമുക്ക് നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ വലുതായിരിക്കും, നല്ല കാര്യം. അതിനേക്കാൾ ഉപരി നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. ഈ വാക്യങ്ങളൊക്കെ ആരാ മുഖവരിക്കെടുക്കുന്നത്? ഇന്നത്തെ കാലത്ത് ഈ വാക്യങ്ങൾക്ക് എന്ത് പ്രസക്തി? കാശിന് പോക്കില്ലാത്തവരൊക്കെ തിന്നാനും കുടിക്കാനും ഇല്ലാതെ കിടന്ന് 10 ചക്രം ഉണ്ടായി കഴിഞ്ഞപ്പോൾ, കിടക്കാനൊരു വീട് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ദൈവത്തെയും മറന്നു, ദൈവപ്രമാണത്തെ മറന്നു മുൻപോട്ട് പോകുന്ന ഒരു ശോചനീയ അവസ്ഥയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളം മുഴുവൻ ആഗോള വ്യാപകമായി നോക്കിയാൽ ദരിദ്രരായിരുന്ന നമ്മുടെ അപ്പനമ്മമാർ, അവർക്ക് വീടില്ലായിരുന്നു, അവർക്ക് ഭക്ഷണമില്ലായിരുന്നു, അവർക്ക് വസ്ത്രമില്ലായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് ഇതെല്ലാം കുമിഞ്ഞുകൂടി. നമുക്ക് ഇല്ലാത്തതൊന്നു മാത്രമേ ഉള്ളൂ, ദൈവമായിട്ടുള്ള ബന്ധം. അത് മുറിഞ്ഞുപോയി. സാത്താൻ തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുക. ഇനിയെങ്കിലും കർത്താവിൻ്റെ വരവ് ആസന്നമായെന്ന് മനസ്സിലാക്കി ആ ദൈവകൃപയിലേക്ക് അണഞ്ഞു വരുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. ഒരു വയനാടായി നമ്മുടെ ദേശം തീരാം. അപ്പം ചോദിക്കും, പാസ്റ്റർ ഇവിടെ മലയൊന്നും ഇല്ലല്ലോ ഇടിഞ്ഞു വീഴാൻ. മല വേണമെന്നില്ല. ആ 5, 6, 7 കിലോമീറ്റർ ദൂരമുള്ളൂ കടലിൻ്റെ, ആ മേനകയുടെ മുമ്പിൽ നിന്നുള്ള കടൽ
നമുക്കറിയാമല്ലോ, കരകാണാ കടൽ കിടക്കുക. ചേർത്തലക്കാർക്ക് കരകാണാ കടൽ അവിടെ അത് ചെത്തി നോക്കിയാൽ അറിയാൻ പറ്റും. ഇതൊക്കെ ഇങ്ങോട്ട് അലച്ചു കയറി വരാൻ അധിക നിമിഷമൊന്നും വേണ്ട. അതുകൊണ്ട് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചുകൊണ്ട് ദുർമാർഗ്ഗങ്ങൾ വിട്ടുതിരിഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ ഞാൻ സ്വർഗത്തിന് പ്രാർത്ഥന കിട്ടി ദേശത്തിന് സൗഖ്യം വരുത്തി. ദേശത്തിൻ്റെ സൗഖ്യം വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയിലാണെന്ന് സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നു. ദേശത്തിന് സൗഖ്യമില്ല, വയനാടിന് സൗഖ്യമില്ല. സിനിമാ നടന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും കോടാനുകോടികൾ ഒഴുക്കി ആ ദേശത്തെ പുനരുദ്ധരിക്കാനായിട്ട് അക്ഷാന്ത പരിശ്രമം നടത്തുക. ഞാൻ ചോദിക്കട്ടെ, അവരുടെ ആത്മാക്കൾ അങ്ങോട്ട് പോയി? ഏതെങ്കിലും പെന്തക്കോസ്തുകാരന് അതിനെക്കുറിച്ച് ചിന്തയുണ്ടോ? ഒരു ചിന്തയില്ല. എല്ലാവരും അവരവരുടെ വയറും വീർക്ക ചാപ്പാട് കിട്ടുമെന്ന് നോക്കി അതും അടിച്ചിങ്ങനെ ജീവിക്കുക. മാറി മാറി, ഇന്ന് കോഴിയെങ്കിൽ നാളെ ഇറച്ചി, പിന്നെ മറ്റന്നാൾ ചെമ്മീൻ, ഇങ്ങനെ ഓരോന്ന്. ഞാനീ പറയുന്നത് എന്തെന്ന് വെച്ചാൽ മനുഷ്യൻ അങ്ങനെ ആയിപ്പോയി. ഭക്ഷണം കഴിക്കുന്നത് ജീവൻ നിലനിർത്താനാണെന്നൊരു ചിന്ത വേണം. ഹല്ലേലൂയ, സ്തോത്രം. ആഹാരങ്ങളിലല്ല എന്ന് വെച്ചാൽ നല്ല ആഹാരം കഴിക്കുന്നതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. അതിനേക്കാൾ ഉപരി പൗലോസ് പറയുന്ന പോലെ നമ്മുടെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? ശക്തിയോടെ ബലപ്പെടണം. പുറമെയുള്ളവനെ ബലപ്പെടുത്താനും ഭംഗി കൂട്ടാനും. എനിക്ക് ഒരു ബൈബിൾ സ്റ്റഡി ഉണ്ടായിരുന്നു ഒരു സ്ഥലത്ത്, സ്ഥലവും ദേശമൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ ഒരു വാക്ക് ഞാൻ ഉച്ചരിച്ചു. എന്താണ് ആ വാക്ക്? ഞാൻ ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. ഡോണ്ട് ടച്ച് യുവർ ബോഡി, ഡോണ്ട് ഡെക്കറേഷൻ യുവർ ബോഡി. നിന്റെ ശരീരത്തെ നീ തുടരുത്, അത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. നിന്റെ ശരീരത്തെ നീ അലങ്കരിക്കരുത്, അത് ദൈവം അലങ്കരിക്കേണ്ടതാണ്. കൃപകളാലും വരങ്ങളാലും ആത്മഫലത്താലും വരത്താലും അലങ്കരിക്കപ്പെടേണ്ടതാണ് പുതിയ നിയമസഭയുടെ ദൈവവൈതലാകുന്ന സ്വത്രം ശരീരം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം. ദൈവാത്മാവ് നമ്മൾ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരം, അതിനെ അലങ്കരിക്കേണ്ടത് കൃപകളാലും വരങ്ങളാലും ആത്മഫലത്താലും വരത്താലുമാണ് എന്നൊരു ബോധ്യം ഇന്നത്തെ പെന്തക്കോസ്തുകാർക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുക. വലിയ വലിയ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർ പോലും ഇതൊക്കെ മറന്ന് ജീവിക്കുന്നത് കാണുമ്പോൾ ഇവരൊക്കെ ഏത് ലോകത്ത് ജീവിക്കുന്നവരാണെന്ന് ചിന്തിച്ചു പോവുക. സഹോദരങ്ങളെ, പറയുന്നുണ്ടൊന്നും വിചാരിക്കരുത്. നമ്മൾ യാക്കോബ് പറയുന്നു, നമ്മൾ പലരും പലതിലും തെറ്റിപ്പോകും നമ്മൾ. പക്ഷെ തെറ്റിപ്പോയി ആ വഴി പോകുന്നവരല്ല, മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെട്ട് പിന്നെയും വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണ് ദൈവമക്കൾ. ആ കാര്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം. സ്തോത്രം. നാം നമ്മിൽ പാപമില്ല എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അപ്പൊ തെറ്റുകുറ്റങ്ങൾ വരാത്തവരല്ല ദൈവമക്കൾ, തെറ്റുകുറ്റങ്ങളെ തിരുത്തുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ഇന്ന് വിശ്വാസികൾ അത് കാണുന്നില്ല. അങ്ങനെ അങ്ങ് പോവുക. ഇതെവിടെ ചെന്ന് അവസാനിക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. സ്തോത്രം. സഹോദരന്മാരോട് പിണങ്ങിയിരിക്കുന്ന സഹോദരന്മാരെ എനിക്കറിയാം. എനിക്കാരോടും പിണക്കില്ല, എനിക്കാരോടും വൈരാഗ്യമില്ല, എനിക്കാരോടും പകയില്ല. വചനത്തെ ദുർബലപ്പെടുത്തുന്നത് കാണുമ്പോൾ, വചനത്തെ തെറ്റിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ഇടപെടും. അവിടെ എന്തുകൊണ്ട് ഇടപെടുന്നത്? ഒരു കർത്താവിൻ്റെ ഒരു ദാസനായതുകൊണ്ട്. ദൈവവചനം ഗ്രഹിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ തന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, അപ്പോൾ തന്നെ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ആരും തികഞ്ഞവരല്ല, തികയാൻ ഓടിക്കൊണ്ടിരിക്കുന്നവരാണെന്നാണ് കഴിഞ്ഞ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ കാര്യം ഒന്ന് നന്നായി മനസ്സിലാക്കണം. നമ്മൾ സ്വത്രം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കേണ്ടവരാണ്. ദൈവവചന വ്യവസ്ഥപ്രകാരം നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കേണ്ടവരാണ്. കർത്താവിനോട് കണക്ക് കൊടുക്കേണ്ടവരാണ്. നമ്മുടെ പേരിലുള്ള തെറ്റുകുറ്റങ്ങളും ബലഹീനതകളും FIR ആയിട്ട് കർത്താവ് കണക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്വർഗരാജ്യം കിട്ടത്തില്ല. അതിനെന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ വരുന്നു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ എന്ത് ചെയ്യണം? അപ്പം തിരുത്തി പോകണം. അതാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ മക്കൾ. ഒരു വയനാട് ഇനിയും ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തെ ദൈവങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പത്രത്തിൽ ഞാൻ വായിച്ചു 2040 വരെയേ ഉള്ളൂ കൊച്ചിയിലെ തീരപ്രദേശങ്ങൾ, എറണാകുളം ജില്ലയിലെ സമുദ്ര തീരപ്രദേശങ്ങൾ. അത് കഴിയുമ്പോൾ വെള്ളം കൊണ്ടുപോയാലും
മുല്ലപ്പെരിയാർ വെട്ടി വന്നാലും ഭൂകമ്പം വന്നാലും യുദ്ധം നടന്നാലും ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമേ അല്ല. ഇതൊക്കെ കണ്ട് പേടിച്ചോടുന്നവരുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അഹങ്കാരത്തിൻ്റെ വാക്കുകളായിട്ട് പറയുകയല്ല. കാരണം നമ്മളെപ്പോഴും ഒരുങ്ങിയിരിക്കുന്നവരാണ്. ഏത് നിലയിലുള്ളൊരു മരണം നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമുക്ക് വിഷയമില്ല. നമ്മുടെ പ്രത്യാശ എന്താണെന്നുള്ളതാണ് അതിൻ്റെ അപ്പുറം. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് ഇരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ ജീവിച്ചു മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. ഈ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഒരു ഗുണവും ഇല്ല. പണ്ടാരണ്ടും പറഞ്ഞ പോലെ കട്ടയമ്പടവും മുടക്കി വേറെ പണിക്ക് പോകുന്നതല്ലേ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസികളോടാണ് എനിക്ക് സംവാദമുള്ളത്, ലോകമനുഷ്യരോടല്ല. നമ്മുടെ ശുശ്രൂഷ ഇന്നത്തെ ക്രൈസ്തവ ഗോളത്തോടാ, ദൈവവചനം വിട്ട് വ്യവസ്ഥ വിട്ടു പോയിക്കൊണ്ടിരിക്കുന്നവരോടാ. സ്തോത്രം. ആരാധനയെക്കുറിച്ച് പറയാൻ ഹൃദയത്തിൽ ഒരു പ്രളയം വന്നു. ഈ ആരാധന എന്ന് പറയുന്നത് എന്താ ആരാധന? നമ്മളിവിടെ ഇപ്പോൾ അരമണിക്കൂർ ആരാധിച്ചു, പാട്ടൊന്നും പാടിയില്ല. ആത്മാവിൽ സത്യത്തിൽ ആരാധിച്ചു, അഭിഷേകം പ്രാപിച്ചു, ആത്മാഭിഷേകത്തിൽ അല്ലാത്തൊരു സ്തുതി സ്തോത്രങ്ങൾ പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചു. ഈ പാട്ടുപാടി ആരാധിക്കുന്ന ഒരു രീതി ഇന്ന് സ്തോത്രം കണ്ടുവരിക. ഇതെവിടെ നിന്ന് കിട്ടി? ഞാൻ പറയാം, ഇതെവിടെ നിന്ന് കിട്ടിയെന്ന്. പ്രവൃത്തി പുസ്തകത്തിൽ നിന്ന് കിട്ടിയതാണ് ഈ പാട്ടുപാടി ആരാധിക്കാനുള്ള ഉപദേശം. പ്രവൃത്തി പുസ്തകത്തിലെ പൗലൂസും ശീലാസും എവിടെ കിടന്നു? കാരാഗ്രഹത്തിൽ കിടന്നു. കാരാഗ്രഹത്തിൽ കിടന്ന സമയത്ത് സ്തോത്രം അവരെന്ത് ചെയ്തു? അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, സ്തോത്രം, പുരുഷാരവും അവരുടെ നേരെ ഇളകി, ശതാധിപകൾ അവരുടെ അധിപന്മാർ അവരുടെ വസ്ത്രം, അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടിപ്പിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. അവനിങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലൂസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. ഈ പാട്ടുപാടി ആരാധന എന്നുള്ളൊരു തസ്തിക സത്യവേദ പുസ്തകത്തിലില്ല, എസ്പെഷ്യലി പുതിയ നിയമത്തിൽ. പഴയ നിയമത്തിൽ യഹോവ നല്ലവനല്ലോ എൻ്റെ ദൈവം എന്നേക്കുമുള്ളതെന്ന് അവരിങ്ങനെ പാടി 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 റിപ്പീറ്റ് ചെയ്ത് പാടിക്കൊണ്ടിരുന്നു. നമ്മൾ ഈ പറഞ്ഞ വീട്ടിൽ ചെല്ലുമ്പോൾ പേര് വിളിക്കുന്ന നേരം കാണും എൻ പേരെന്നുള്ളത് 100 പ്രാവശ്യമൊക്കെ ആവർത്തിച്ച് പാടുന്നവരുണ്ട്. ഒരു ഗുണവും അതുകൊണ്ടൊന്നും. അവിടെ ഒരു പേരുവിളിയില്ല. അവിടെ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. പ്രമാണം അനുസരിച്ച് ജീവിച്ചവനാണെങ്കിൽ അങ്ങ് ചെല്ലും, ഇല്ലെങ്കിൽ അതൊന്നും ഇല്ല. നമ്മളിവിടെ കിടന്ന് നമ്മുടെ ഭാവനകൾ പാടി കൂട്ടുകയാണ് സഹോദരങ്ങളെ. അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. ഇവിടെ അർദ്ധരാത്രിക്ക് പൗലോസും ശീലസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. കൈയും കാലും ആമത്തിലാണ്, ചങ്ങലയിട്ടിരിക്കുക. അവർ പാടി സ്തുതിച്ചു. വേദപണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് ഒത്തിരി അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ കേരളക്കരയിലെ ദൈവവചനം ആധികാരികമായി പഠിപ്പിച്ച ദൈവദാസന്മാരുണ്ട് പലരും. അവരുടെയൊക്കെ ഉപദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഞാൻ കേട്ടതിൽ നിന്ന് പഠിച്ചത്, അവർ പാടിയത് ആത്മാവിലാണ്. അതിലൊരു പാസ് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവർ പാടി സ്തുതിച്ചു എന്നുണ്ടെങ്കിൽ ഏത് പാട്ടാണെന്ന് ആരെങ്കിലും പറയണം. നമ്മൾ എഴുതിയുണ്ടാക്കിയ പാട്ടാണോ? കൊച്ചുകുഞ്ഞുദേശി എഴുതിയ പാട്ടാണോ? മർക്കോസ് പാടുന്ന പാട്ടാണോ? ഗസ്റ്റർ പാടുന്ന പാട്ടാണോ? ഇതൊന്നുമല്ല. അവർ ആത്മാവിൽ പാടി, പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ച ആത്മാവിൽ പാടി, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും. കണ്ടോ, അവർ ആത്മാവിൽ പാടി. നമ്മളിതിനെ വളച്ചൊടിച്ച് നമ്മുടെ ഉപദേശിമാരൊക്കെ എഴുതി വെച്ച പാട്ടുകൾ പാടി നമ്മൾ ആത്മാവിൽ പാടി എന്ന് പറഞ്ഞ് ജനത്തെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഇത് നിർത്തണം. പാട്ടുപാടി ആരാധിക്കാമെന്നുള്ള പ്രസ്താവന നിർത്തണം സഹോദരങ്ങളെ. ഞാനത് മനസ്സിലാക്കിക്കൊണ്ട് പറയുക. ആത്മാവിലാണ് നമ്മൾ പാടേണ്ടത്. പാട്ട് പാടിക്കോ, കുഴപ്പമില്ല. പഴയ ഭക്തന്മാർ എഴുതിയ പാട്ടുകളൊക്കെ പാടാം. അത് ആരാധനയാക്കി മാറ്റരുത്. പലയിടത്തും പല മാസ്റ്റർമാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്ക് 2 പാട്ടുപാടി ആരാധിക്കാം. അങ്ങനെ ഒരു ആരാധനയില്ല. പാട്ടുപാടി ആരാധന അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ ഇല്ല. ഞാനത് മനസ്സിലാക്കി. ആരോടും തർക്കിക്കാനും വാദിക്കാനൊന്നും ഞാനില്ല. താങ്ക്സ് പ്രൈസ് ലോർഡ് എന്നാണ് അതിൻ്റെ അർത്ഥം.
അവർ സ്തുതി പാടി, ദൈവത്തെ സ്തുതിച്ചു. ഇപ്പൊ സ്തോത്രം നമ്മൾ പറയുമ്പോൾ സ്തോത്രം പാടുക, എല്ലാവർക്കും സ്തോത്രം പറയാന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം സ്തോത്രം പാടുക എന്നതിൻ്റെ അർത്ഥം, സ്തുതി പാടുക എന്നതിൻ്റെ അർത്ഥം. അതിന് മനുഷ്യനുണ്ടാക്കിയ പാട്ടുകൾ പാടിയിട്ട് അത് ആത്മാവിലെ ആരാധനയാണെന്ന് പറയരുത്. അത് നമുക്ക് 2 പാട്ട് പാടാമെന്ന് പറഞ്ഞ കുഴപ്പമില്ല. പാട്ട് പാടി ആരാധിക്കാമെന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നമായി. എന്താ കാര്യം? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമരിയ സ്ത്രീയുമായിട്ടുള്ള സംഭാഷണത്തിൽ കർത്താവ് അത് വ്യക്തമാക്കുന്നുണ്ട്. അതിൻ്റെ 22, 24, 23, 24 വാക്യങ്ങൾ. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിൽ സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വന്നുമിരിക്കുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. എങ്ങനെയുള്ളവരായിരിക്കണം? ഗോഡ് ഈസ് സ്പിരിറ്റ്, ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ചെയ്യുന്നവർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക. ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ ബഹുമാനപ്പെട്ട പാസ്റ്റർമാർ മറന്നുപോയി പലരും. അവരിതൊക്കെ മറന്നാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലരൊക്കെ ഇതിൻ്റെ അർത്ഥം ഒട്ടും ഗ്രഹിക്കാൻ കഴിയാത്തവരായി ദുർവ്യാഖ്യാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക വചനത്തെ. ഞാനിവിടെയാണ് ഇടപെടുന്നത്, അല്ല വേറെ വിഷയങ്ങൾക്കൊന്നുമല്ല. വചനത്തെ തെറ്റിക്കുമ്പോൾ, കോട്ടിക്കളയുമ്പോൾ, കൂട്ടുചേർക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ കൃത്യവിലോപം കാണിക്കുക. ഇതിഷ്ടം പോലെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ പറയുന്നതെന്ന് ഓർത്തോണം. പഴമക്കാരായ ദേവദാസന്മാർ, വിട്ടവരും കർത്താവിന് വേണ്ടി ശക്തിയോടെ നിന്നവരൊക്കെ അവരുടെ പഠനങ്ങളിലൂടെയാണ് ഞാനിത് മനസ്സിലാക്കി. എനിക്കിതൊന്നും ആകാശത്ത് നിന്ന് പൊട്ടി വീണതൊന്നും അറിവൊന്നുമല്ല. അവർ പറഞ്ഞാണിത് അറിവുകൾ. ഇപ്പൊ കഴിഞ്ഞ വർഷം സാജു തോമസ് വാസ് പറഞ്ഞു, നല്ലൊരു അനുഗ്രഹീത ദേവദാസനാണ്. ഞാനീ പറയുന്നതൊക്കെ അല്ല പലരുമൊക്കെ കേട്ട് പറയുന്നതോ ഞാനും പറയുന്നത് അല്ല. എനിക്കിങ്ങനെ സ്വർഗത്തിൽ നിന്ന് പൊട്ടി വീണതൊന്നുമല്ല. പല ഭക്തന്മാരും പല വിശ്വസ്തരായിട്ടുള്ള ദേവദാസന്മാർ പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്ന ഉപദേശം പുസ്തകത്തിന് നിരക്കുന്നതാണെന്ന് തോന്നിയത് കൊണ്ടാണ് അതങ്ങനെ നമ്മൾ പഠിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആത്മാവിൽ ആരാധിക്കണം. ഇസ്രായേൽ മക്കൾ എങ്ങനെ ആരാധിച്ചു? അവർ യാഗം കഴിച്ച് അവർക്ക് ആരാധിക്കാൻ ഒത്തിരി കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. നമുക്കുണ്ട് കണ്ടീഷൻസൊക്കെ. ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ സഹോദരനോട് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിന്റെ സ്തോത്രവും അല്ലേലിയും ഒക്കെ അവിടെ നിർത്തിയിട്ട് മറ്റേ യാഗവസ്തു അവിടെ വയ്ക്കാനല്ലേ പറയുന്നത്. ആദ്യം ചെന്ന് അവനോട് നിരന്നുകൊള്ളണം. നിരന്നിട്ട് വേണം പോയി സ്തോത്രം ചെയ്ത് പാടി ദൈവത്തെ ആരാധിക്കാൻ. ആത്മാവിൽ പാടാനും പ്രാർത്ഥിക്കാനും സ്തോത്രം ചെയ്യാനും. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ഇത് പറയുമ്പോൾ നമ്മൾ കുറ്റക്കാരായിട്ട് വരിക. കുറ്റക്കാരായിട്ട് ചിത്രീകരിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു വിഷയമേ അല്ല. ഏതൊക്കെ നിലയിൽ എനിക്കെതിരെ എന്തോരം പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്, ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. ദൈവത്തിൻ്റെ ത്രാസിൽ ഞാൻ തൂക്കുമ്പോൾ എന്ത് ചെയ്യണം? പണ്ട് രഘുവരനെ തൂക്കിയപ്പോൾ കുറവുള്ളവനായി കണ്ടതുപോലെ കുറവുള്ളവനായി കാണരുത്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ ആരായിരിക്കണം? നിർമ്മലന്മാരായി, വിശുദ്ധന്മാരായി നമ്മൾ കാണപ്പെടണം. ഇല്ലെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ കൃത്യവിലോപം നടത്തുകയാണെന്ന് മനസ്സിലാക്കുക. പുറപ്പാട് പുസ്തകം 7, 8, 9, 10, 11 അധ്യായങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരും. എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. എത്രയോ പ്രാവശ്യം പറയുന്നുണ്ട്. മോശയോട് പറയുക, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാൻ പോയി ഫറവോനോട് പറയാം. ഫറവോൻ അത് പോയി പറയുമ്പോൾ ഫറവോൻ ഓരോരോ അഴിവഴി പറയുക. 3 ദിവസം 3 വഴി ദൂരെ പോയി ആരാധിക്കണം. രക്ഷാസ്നാനം, അഭിഷേകം, അത് ആരാധനയുടെ 3 വഴി. ഇതൊക്കെ പഴമക്കാർ പറഞ്ഞതാണ് കേട്ടോ. ഇന്നത്തെ പൂശാന്താടി വെച്ച പിള്ളേരൊന്നും ഇതൊന്നും പറയത്തില്ല, അവർക്കിട്ട് അറിയത്തുമില്ല. സ്തോത്രം. അപ്പോൾ 3 വഴി ദൂരെ പോകുമ്പോൾ രക്ഷ, സ്നാനം, അഭിഷേകം, ആത്മാവ് അഭിഷേകം പ്രാപിച്ചവൻ ആരാധനയുള്ളൂ. അല്ലാത്തവർ സ്തുതി സ്തോത്രങ്ങൾ പറഞ്ഞിരിക്കണം. യഥാർത്ഥ ആരാധന ആത്മാവിലാണെന്ന് ഞാൻ വചനത്തിലൂടെ ഇത് തെളിയിക്കുക പ്രിയപ്പെട്ടു. അതാണ് ഈ യോഹന്നാന്റെ സുവിശേഷം 4-ന്റെ 22, 23, 24 എല്ലാവരും വായിച്ച് പഠിക്കണം. അങ്ങനെ ആത്മാവിലുള്ള ആരാധനയാണ് ദൈവത്തിന് പ്രസാദം. നമ്മൾ മനസ്സിലാക്കണം. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. നമ്മുടെ ചിന്താവിഷയം, സ്തോത്രം, പഠന വിഷയം 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം. സ്തോത്രം.
കഴിഞ്ഞ ദിവസം നമ്മൾ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായമാണ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പഠിച്ചത്. ഈ 4-ാം അധ്യായം ഇന്ന് പകലിൽ നമ്മൾ ധ്യാനിക്കുകയാണ്. ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. അപ്പൊ ക്രിസ്തു കഷ്ടമനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിക്കുക. എന്താണ് ആയുധം? കഷ്ടത. 7 സർവായുധ വർഗങ്ങൾ ദൈവവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പിശാചിനോട് എതിർക്കാൻ 7 സർവായുധ വർഗം. സത്യമരക്കി കെട്ടി, നീതി എന്ന കവചം ധരിച്ച്, സമാധാന സൂക്ഷിക്കണം കാലിൽ ചെരുപ്പാക്കി, സകല ദുഷ്ടന്റെ തീയമ്പളിയും കെടുപ്പാൻ്റെ കൂടെ വിശ്വാസം എന്ന് പരിചയം, രക്ഷ എന്ന ശിരസ്ത്രവും, ദൈവം എന്ന ആത്മാവിൻ്റെ വാളും ഏത് നേരത്തെ ആത്മാവിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച വയോവൃദ്ധം പറയുക, ഒരായുധം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം പൊത്തുമൊക്കെ വായിക്കുമെങ്കിലും തെക്കും വടക്കും അറിഞ്ഞൂടാത്തൊരു വായനയല്ലേ വായിച്ചു. പണ്ട് ലേഖനത്തിലെ ഒരു വചനഭാഗം വായിക്കാൻ പറഞ്ഞപ്പോൾ ഉൽപ്പത്തി കിടന്ന് തപ്പിയ തങ്കുവിൻ്റെ ഒരു സഹോദരനെ കുറിച്ച് കേട്ട് ചിരിച്ചുപോയി. സ്തോത്രം. കാരണം ഈ ന്യൂ ജനറേഷൻ ചർച്ചിലുള്ള ഒരു വേദോസം വായിക്കുകയില്ല, പ്രാർത്ഥിക്കുകയും ചെയ്യില്ല. ഈ പിള്ളേർ പറയുന്നതാണ് അവർക്ക് അർത്ഥവാക്യം. വലിയ അപകടമാണ്. തിരുവഴുത്തുകളെയും ദൈവശക്തി അറിയാൻ തെറ്റിപ്പോകുന്നത്. ഇവിടെ ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചത് കൊണ്ട് ആ ഭാവം തന്നെ ആയുധവർഗമായി ധരിപ്പിൻ. അപ്പോസ്തലന്മാരാണല്ലോ സഭയ്ക്ക് ഉപദേശം തരുന്നത്. ദൈവസഭയുടെ ഉപദേശം തരുന്ന അപ്പോസ്തലന്മാരാണ്. അപ്പോൾ 7 ആയുധവർഗം അവിടെ ഉണ്ട്. ആ ആയുധവർഗത്തിൻ്റെ കൂടെ 8ാമതൊരു ആയുധവർഗം വരികയാണ്. ഏതാണത്? കഷ്ടത എന്ന ആയുധം. ഈ ആയുധം കൃപയാൽ ആർക്കും വേണ്ട. പാസ്റ്റർമാർക്കും വേണ്ട, വിശ്വാസികൾക്കും വേണ്ട, സെക്രട്ടറിക്കും വേണ്ട, പ്രസിഡന്റുമാർക്കും ഒന്നും ഒട്ടും വേണ്ട. തലപ്പത്തിരിക്കുന്നവർക്ക് ഇത് വേണ്ടേ വേണ്ട. ഇഷ്ടംപോലെ ഭൗതിക നന്മകൾ അവർ വാരിക്കോരി കൂട്ടിവെക്കുക. പ്രാസംഗികന്മാർക്ക് ഒട്ടും വേണ്ട, അവർ പ്രസംഗിച്ച് കാശുണ്ടായിക്കൊണ്ടിരിക്കുക. കഷ്ടത എന്നുള്ള സബ്ജക്റ്റ് സത്യവേദ പുസ്തകത്തിലൂടെ പഠിച്ചെടുക്കണം പ്രിയമുള്ളവരെ. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നൊരു കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങളവൻ്റെ കാൽച്ചുവട് പിന്തുടർന്ന ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ഈ ഓരോ വാക്യങ്ങൾ എടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് നോക്കിക്കോ. ഇതിൻ്റെ മർമ്മം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു, നമ്മൾ ദൈവവചനം വെറുതെ പറഞ്ഞു വിടുന്നവരായിട്ടല്ല, അതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. വചനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ഗ്രഹിക്കണം. കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആത്മാവിൽ അവർ എഴുതി വെച്ച വചനങ്ങൾ, അതിൻ്റെ ആത്മീക അർത്ഥങ്ങൾ എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കണം. പൗലോസ് തിമോഥെയോസിനോട് പറയുന്നുണ്ട്, റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം, യഥാർത്ഥമായി വ്യാഖ്യാനിക്കണം, യഥാർത്ഥമായിട്ട് അതിൻ്റെ പൊരുളിതിരിക്കണം. വല്ലയിടത്തും വല്ലവരും പറഞ്ഞതൊക്കെ കേട്ട് അത് ഏറ്റുപാടുന്നവരല്ല ദൈവമക്കളെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയല്ല. ഏത് മഹാൻ പറഞ്ഞാലും ഈ വചനത്തിലൂടെ ബെരോബയിലെ വിശ്വാസികളെ പോലെ ഉരച്ചു നോക്കി ദൈവവചനത്തിന് നിരക്കുന്നതാണെങ്കിൽ എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ എടുക്കത്തില്ല. ആളുടെ ഡിഗ്രിയും ആളുടെ സർട്ടിഫിക്കറ്റും ആളുടെ വലിപ്പവും ചെറുപ്പവും പണവും പേഴ്സും കണ്ടല്ല നമ്മൾ ഉപദേശം എടുക്കേണ്ടത്. അപ്പോസ്തലന്മാർ അത് പറഞ്ഞിട്ടുണ്ടോ? കർത്താവ് അത് പറഞ്ഞിട്ടുണ്ടോ? വിശുദ്ധ പ്രവാചകന്മാർ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? വചനത്തിലൂടെ എന്ത് പറയുന്നു? ആ പറയുന്ന ഉപദേശം, ഈ പറയുന്ന ഉപദേശം തിരുവെഴുത്തിലുണ്ടോ? കർത്താവ് പഠിപ്പിച്ചോ? അപ്പോസ്തലന്മാർ പഠിപ്പിച്ചോ? പഴയ നിയമ വിശുദ്ധന്മാർ പഠിപ്പിച്ചോ? സത്യവേദ പുസ്തകത്തിൽ അത് ഉണ്ടോ? ഊതിയിടാനും ഉന്തിയിടാനും കുരപ്പിക്കാനും ചിരിപ്പിക്കാനും ഛർദ്ദിപ്പിക്കാനും ഒക്കെ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങൾ പുസ്തകം വായിച്ചു പഠിക്കുന്ന സഹോദരങ്ങളെ. അല്ലെങ്കിൽ എന്തോ പറ്റും, നിങ്ങളുടെ നിത്യത നഷ്ടമാകും, വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഈ കണ്ടക്ഷോഭം ചെയ്യുന്നേ. ഹല്ലേലൂയ. ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിക്കുകയാണ്. ഇപ്പൊ പിശാച് ഈ ആയുധം യോബ് ധരിച്ചിരുന്നു. യോബ് കാരണം കഷ്ടത വന്നിട്ട് പുള്ളി എന്ത് ചെയ്യില്ല, കുലുങ്ങിയില്ല. ഭാര്യ സഹോദരി എന്താ പറഞ്ഞു? ഇനിയും നീ ദൈവത്തെ ത്യജിച്ച് കളഞ്ഞ് മരിച്ചു കളയുക. ഭാര്യ സഹോദരിമാരുടെ കാര്യം പറയാതിരിക്കാൻ തന്നെ. എല്ലാത്തിനെയും ഒരു ത്രാസി കെട്ടി തൂക്കാന്ന് എൻ്റെ ചിന്ത. ചിലർ വിഭിന്നമായിട്ടുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല.
ചിലരൊക്കെ ദൈവകൃപയുള്ളവരൊക്കെ ഉണ്ട്. എന്നാൽ നല്ലൊരു ശതമാനവും ഈ ഒരു ത്രാസിൽ കിടന്ന് തൂങ്ങുമല്ല. പറയുന്നുണ്ട് വേറൊന്നും വിചാരിക്കരുത്. കാരണം സഹോദരിമാരുടെ രീതി അങ്ങനെ കണ്ടുവരുന്നുകൊണ്ട് പറയും. എല്ലാവരെയും കുറിച്ചല്ല. ഒരു ശേഷിപ്പ് മറിയുടെ ഭാഗത്തുള്ളവരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുക. ദൈവവചനം പഠിക്കുന്ന മറിയമാരെ നമുക്കുണ്ടാകട്ടെ. നമ്മുടെ ഭാര്യമാരും സഹോദരിമാരൊക്കെ അങ്ങനെ ആയി തീരട്ടെ. ലോകത്തിൻ്റെ അശുദ്ധിയിൽ കിടന്ന് പെരുളുന്നവരായിട്ടല്ല, ദൈവവചനം പഠിച്ച് ദൈവവചനത്തിൻ്റെ വിശുദ്ധിയിൽ നിർമ്മലതയിൽ നിലനിൽക്കുന്ന മറിയമാരുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മരണവിവരം ഉയർപ്പിൻ്റെ വിവരം ആദ്യം അറിയിച്ചത് സഹോദരിമാരാണല്ലോ. അവർക്ക് വലിയ സ്ഥാനമുണ്ട് വചനത്തിൽ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ആരെയും കുറ്റം പറയുന്നതായിട്ട് ധരിക്കരുത്. ചില എക്സാമ്പിൾ ഉദാഹരണങ്ങളായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചുകൊണ്ട് നിങ്ങൾ ആ ഭാവം ആയുധമായി ധരിപ്പീൻ. കഷ്ടത വരുമ്പോൾ ആരും ശാസിക്കരുത്. ശാസിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഇടപാട് തീർന്നു. പിശാച് അവന് ഭൗതികം കൊടുക്കും. അതോടുകൂടി അവൻ്റെ ചീട്ട് കീറിയത് തന്നെ. ഭൗതികത്തിന് ഞാൻ എതിരല്ല. ചിലർ ഒരിക്കലും പാസ്റ്റർ ഭൗതികം എന്ന് പറയുന്നത് അല്ല. ദൈവകൃപ വിട്ടുള്ള ഭൗതികത്തിന് ഞാൻ എതിരാണ്. കർത്താവും എതിരാണ്, വചനവും എതിരാണ്. ദൈവവചനത്തിൻ്റെ സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകുക, വിശ്വാസത്തിൽ സമ്പന്നരാകുക, പ്രത്യാശയുടെ സമൃദ്ധി, സന്തോഷ സമൃദ്ധി. റോമാലേഖനം 5-ാം അധ്യായത്തിൽ ദൈവകൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി. ഈ ആത്മീയ സമൃദ്ധിയാണ് നമുക്ക് വേണ്ടത്. അല്ല, 10 ചക്രം കിട്ടിയെന്ന് വെച്ച് സുവിശേഷ വേലക്കാരോട് എനിക്ക് പറയാനുള്ളത്, സുവിശേഷ വേല ചെയ്ത് 5 പൈസ അച്ഛൻ്റെ പേരിലും മക്കളുടെ പേരിലും ഇട്ടുപോകരുത്. അത് മുഴുവൻ കർത്താവിൻ്റെ വേലയ്ക്ക് പ്രയോജനപ്പെടുത്തണം. എനിക്കറിയാം, സുവിശേഷ വേല ചെയ്ത് സമ്പാദിച്ച് കോടികളുണ്ടാക്കി ഏക്കർ കണക്കിന് വീടുമൊക്കെ വാങ്ങിക്കൂട്ടിയിട്ട് പിന്നെയും കിടന്ന് കാറി പ്രസംഗിക്കുന്നവരെ എനിക്കറിയാം. എനിക്കതിലൂടെ താല്പര്യമില്ല. ദൈവവർക്കുള്ള പരിജ്ഞാനം കൊടുക്കട്ടെ. കാരണം എനിക്ക് അതിൽ നിന്നുള്ള കിട്ടിയ പഠനം, കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഒന്നുമില്ല. അവർക്ക് കിട്ടിയതൊക്കെ അവർ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെലവഴിച്ചു. അതുമാത്രമല്ല, അവർ ആത്മീക സമ്പന്നരായിരുന്നു എന്ന പുസ്തകത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം നമ്മളെടുത്തൊന്ന് പഠിച്ചാൽ ആ പഠനം ഭയങ്കരമാണ്. എന്നെ ഇളക്കി മറിച്ച പഠനമാണ്. അതുകൊണ്ടാണ് ഞാനതങ്ങനെ പറയുന്നത്. ദൈവമക്കൾ ശ്രദ്ധിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ ഹല്ലേലൂയ, സ്തോത്രം, 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 അതിൻ്റെ ഹല്ലേലൂയ, അതെ, 6-ാം അധ്യായം ബഹുസഹിഷ്ണുത 4 മുതൽ. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, കലഹം, അധ്വാനം, ഉറക്കളിപ്പ്, പട്ടിണി, നിർമ്മലത, പരിശുദ്ധ പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവ ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ച് ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെങ്കിലും കൊല്ലപ്പെടാത്തവർ. ഇനി അടുത്ത 2 ഭാഗം എന്നെ വല്ലാതെ സ്വാധീനിച്ചു കളഞ്ഞു. ദുഃഖിക്കുന്നവരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നു. ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നനാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായിട്ട്. ഇന്നത്തെ പെന്തക്കോസ് കോളം മറന്നുപോയ വാക്യമാണ്. ഫ്ലക്സ് അടിച്ച് വീട്ടിൽ തൂക്ക്. 2 കൊരിന്ത്യർ 6:10. ഹല്ലേലൂയ. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. 1 പത്രോസിന്റെ 1-ാം അധ്യായം പഠിച്ചാൽ അറിയാം. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടുകൂടി ആനന്ദിക്കുന്നവർ. അവരെ ദൈവമക്കള്. ഇന്ന് ദൈവമക്കള് ഭൂമിയിൽ ഇല്ലെന്നേ. പാസ്റ്റർ എന്താ ഈ പറയും? ദൈവമക്കളില്ല. ഇത് മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റാ. നിങ്ങൾ ഏത് വിപണിയിൽ ചെന്നാലും പയറ്, പരിപ്പ്, അരി എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, ഒറിജിനലും ഉണ്ട്. ഒരു കാറിന്റെ സ്പെയർ മേടിക്കാൻ ചെന്നാൽ ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്, ഒറിജിനലും ഉണ്ട്. മീൻകടയിൽ ചെന്നാൽ മീനിന്റെ ഒറിജിനലും ഉണ്ട്, മരുന്നടിച്ച് വെച്ചതും ഉണ്ട്. ഏത് സാധനവും ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഇന്ന് സുലഭമാണ്. ഇന്നത്തെ ക്രൈസ്തവ കോളത്തിലും ഈ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് നിറഞ്ഞു കിടക്കുക. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടു വന്നപ്പോൾ ഒരു വലിയ സംഭവം നടന്നു. ഒരു സമ്മിശ്ര ജാതി അവരോടുകൂടെ വന്നു.
ഈ സമ്മിശ്ര ജാതികളുടെ വഴി കണ്ട് ഇസ്രയേൽ മക്കൾ പഠിച്ച് അവസാനം അവരാരായി മാറി? ദൈവകോപത്തിനിരയായി മാറി. അതുകൊണ്ട് പുതിയ നിയമസഭയോട് ദൈവം പറയുന്നത്, എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ ജാതികളെപ്പോലെ ആകരുതെന്നാണ് പറയുന്നത്. 4:17 മുതലാകിയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത്, എന്നാൽ ജാതികൾ തങ്ങളുടെ വൃദ്ധബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായ അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ അകന്ന് മനം തഴിപ്പിച്ചു പോയവർ. ആകിയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു.